വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ മിഠായിയൊക്കെ കഴിച്ച് 2 മണിക്കൂർ കിടന്ന് രാത്രി 3:30 ആയപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി കേട്ടോ. ഞങ്ങൾ 4-5 കുടുംബം ഉണ്ടായിരുന്നു. കുറച്ച് പേര് ബുള്ളറ്റിലായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കെട്ടിയനുമായിട്ട് ബുള്ളറ്റിൽ ഇത്രയും മണിക്കൂർ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ കാറിലൊക്കെ പോകുന്നതല്ലാണ്ട് ആൾ ഇതുവരെ ഇങ്ങനെ വണ്ടി യാത്ര ചെയ്തിട്ടില്ല. ആക്ച്വലി ഞങ്ങൾ രണ്ടാളും ശരിക്കും ഇത് എൻജോയ് ചെയ്തു കേട്ടോ. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് കടികളൊക്കെ കഴിച്ച് ഒരു 7-7:30 ആയപ്പോൾ ശരിക്കും ഒരു അട്ടപ്പാടി ഞങ്ങൾ എത്തി. പിന്നെ പല സ്ഥലത്ത് നിന്ന് ഫോട്ടോസും എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണെന്ന് തോന്നുന്നു 8th അട്ടപ്പാടിയിലേക്ക് എത്തുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 10 മണിയോടുകൂടി സൈലൻറ്റ് വാലിയിലേക്ക് കയറുകയാണ്. ഇതാട്ടെ നമ്മുടെ സൈലൻറ്റ് വാലിയുടെ പ്രവേശന കേന്ദ്രം എന്ന് പറയുന്നത്, ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം ഇവിടെ തന്നെയാണ് ഞങ്ങൾ സമയം ചിലവാക്കിയത്. സൈലൻറ്റ് വാലിയിലേക്ക് എത്താനായിട്ട് അത്രയും ദൂരമുണ്ട്. ഒരു ഭാഗത്ത് നിറച്ച് ചീവീരുകളുടെ സൗണ്ടാണ്. നമുക്ക് ചെവിയിൽ ഇങ്ങനെ വിരുവിരാ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. പിന്നെ ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സൈലൻ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാട്ടിലെ കൊച്ചു കൊച്ചു ജീവികളൊക്കെ കണ്ടു കേട്ടോ. വലിയ വൻമൃഗങ്ങളൊന്നും അല്ല, അവരൊക്കെ രാവിലത്തെ സമയത്ത് റെസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടുത്തെ പ്യുവർ വാട്ടറും കണ്ടു. ആ വാട്ടറിൽ ചേട്ടൻ പറയുന്നുണ്ട്, മോളെ നിൻ്റെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ വെള്ളമൊന്നും അല്ല കേട്ടോ, നല്ല വെള്ളമായിട്ട് നല്ല പ്യുവറായിട്ടുള്ള വെള്ളം കുടിക്കണമെങ്കിൽ ഇപ്പോൾ കുടിച്ചു വന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണി അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിലെത്തി. 3 വീടുകളായിട്ടാണ് തന്നിരുന്നത്. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ആ ഭാഗത്ത് മറ്റ് വീടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായി ഉണ്ടായിരുന്നത്. പിന്നെ തനിയെ വെക്കലും കുടിക്കലും ഒക്കെ ആയിരുന്നു. പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ജെൻസ് ആയിരുന്നു കുക്കിംഗ് കംപ്ലീറ്റ് ഏറ്റെടുത്തത്. 15-ാം തീയതി രാത്രി ശിവരാത്രി സ്പെഷ്യൽ ആയതുകൊണ്ട് അവിടെ ഒരു കുന്നിൻ ചെരുവിയിൽ മുകളിൽ വിളക്ക് കത്തിച്ചാൽ മാത്രമാണ് അന്ന് ആ വീടുകളിലെല്ലാം, ആ ഭാഗത്തുള്ള വീടുകളിൽ അവർ ലൈറ്റ് കത്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം ആചാരം കൊണ്ട് നടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടെ നിറച്ചാ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ആ വിളക്ക് അങ്ങനെ തെളിയുന്നത്. ആ വിളക്ക് തെളിഞ്ഞപ്പോൾ ആകെ ഒരു സന്തോഷവും ആർപ്പുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ മൊത്തം കറങ്ങി നടന്നു. കുറച്ച് കമ്മൽ വാങ്ങിച്ചു, പിന്നെ കുറച്ച് മധുരസേവ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കൊട്ടാണ് കേട്ടോ. കൊട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി അവിടെ നിന്ന് തിരിച്ചു. രാത്രി 1 മണിയോടുകൂടി ഞങ്ങൾ അങ്ങനെ തൃശ്ശൂരെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ അട്ടപ്പാടി യാത്ര. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.